നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ നമുക്ക് ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ലോഗിൻ ടു എക്സിസ്റ്റിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടും. ഇതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാൻ പറയും. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഇതുവരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില സമയത്ത് ആ ഒരു യൂസർ നെയിം അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള യൂസർ നെയിം കിട്ടിക്കൊള്ളണം എന്നില്ല. എന്തായാലും അത് കഴിഞ്ഞാൽ താഴെ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചില ഓപ്ഷൻസ് കാണാൻ പറ്റും. കംപ്ലീറ്റ് സൈനപ്പും അതുപോലെ തന്നെ ആഡ് ന്യൂ ഫോൺ നമ്പർ ഓർ ഇമെയിലും. ഇപ്പോൾ ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു അക്കൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ന്യൂ ഫോൺ നമ്പർ ഓർ ഇമെയിൽ എന്നുള്ളത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. ഫോൺ നമ്പർ കൊടുത്താൽ നമ്മുടെ ഫോണിലോട്ട് ഒരു കോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക. ചിലപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ട് നെക്സ്റ്റ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫൈൻ ഫ്രണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഫൈൻ ഫ്രണ്ട്സ് കൊടുക്കുകയാണ്. ഫൈൻ ഫ്രണ്ട്സ് കൊടുത്താൽ നമ്മുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കാണിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കായിട്ട് ഈ ഒരു അക്കൗണ്ട് ലിങ്കും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇപ്പം പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് എ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇമ്പോർട്ട് ഫ്രം ഫേസ്ബുക്ക്, ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് ഫ്രം ലൈബ്രറി. ഇപ്പം എനിക്ക് ഫോണിലുള്ള ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ഫ്രം ലൈബ്രറി എന്നുള്ളത് കൊടുക്കുകയാണ്. അത് കൊടുത്താൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കിയിടുക. അതല്ല ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ സെറ്റാക്കിയത് ഒരു പോസ്റ്റായിട്ട് കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫാക്കി ഇടാവുന്നതാണ്. ഇനി പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. 0 ഫോളോവേഴ്സും 0 പോസ്റ്റ് ഒക്കെയാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മളോട് നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറയുന്നതായിരിക്കും. ഇവിടെ നമ്മളോട് പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. നമുക്കിവിടെ പേര് കൊടുക്കാവുന്നതാണ്. ഇവിടെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ബയോ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂട്യൂബിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പേര് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ചാനലിൻ്റെ പേര് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞാൽ താഴെ ബയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് നമ്മുടെ ബയോ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ടെക് യൂട്യൂബർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആഡ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ ആഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ആഡ് എക്സ്റ്റേണൽ ലിങ്ക് കൊടുക്കുക. URL എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക.
ടിക്ക് കൊടുത്താൽ അത് സേവ് ആവുന്നതായിരിക്കും. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫേസ്ബുക്ക് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.